ട്രെയിനർ ആൻഡ് സാറാണ്. വെൽക്കം മോസ്റ്റിൻ സാർ. താങ്ക് യു. എന്നെ ഒന്ന് കോഹോസ്റ്റ് ആക്കാവോ? ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ്. താങ്ക് യു സോ മച്ച്. മാജിക് മോർണിംഗ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എനിക്ക് തോന്നുന്നു എന്തൊക്കെയോ പറ്റിയെന്ന് തോന്നുന്നു മെഡിറ്റേഷനിലെല്ലാം. ഷെയർ ആവാത്തതാണോ അത് എനിക്ക് തോന്നുന്നു തുടങ്ങാൻ നല്ല ലേറ്റ് ആയിരുന്നോണ്ടല്ലേ, 5:40 എനിവേ, ഇറ്റ്സ് ഓക്കെ. താങ്ക് യു സോ മച്ച്. ഞാനും കുറച്ച് നേരത്തെ നമുക്ക് നിർത്താം. വേറൊന്നുമില്ല, ഇന്ന് കൊല്ലം പോവാണ്. അവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയിൽ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. അപ്പൊ ഞാനൊരു 6:45 ഒക്കെ ആവുമ്പേക്കും വരാം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് പറഞ്ഞേ? എന്തായിരുന്നു നമ്മുടെ ടോപ്പിക്? കോക്രോച്ച്. കോക്രോച്ചിനെ പേടിയുണ്ടാ? ഏ ഇല്ല. പൊതുവെ നിങ്ങൾ സ്ത്രീകൾക്ക് ആ പേടിയെന്ന് കേട്ടിട്ടുള്ളൂ. ആ സ്ത്രീകൾ എന്ന് പറഞ്ഞേ കോക്രോച്ചിനെ പേടിയാണോ? ഇല്ല നോ സാർ. നോ നോ നോ. ശീല ചെറുതായിട്ട് വിദുല മാമിനോ? വിദു ചെറുതായിട്ട് ചെറുതായിട്ട്. വേറെ ആരെങ്കിലും? ഉണ്ട് സാർ. ശ്രീഷ്മ? അത് വന്ന് ദേഹത്തിരിക്കുമ്പോ വല്ലാത്ത ഒരു ഇറിറ്റേഷനാണ്. ശ്രീഷ്മയ്ക്കോ? ഇല്ല സാർ, പേടിയില്ല. ഈശ്വര. ദിവ്യ? കോക്രോച്ചിനെ പേടിയുന്നതുകൊണ്ട്. ദിവ്യ? ഇത് പോയോ? ഞാൻ ഈ അടുത്തൊരു സ്കിറ്റ് കണ്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നിങ്ങളും കണ്ടിട്ടുണ്ടാവും. ആ സ്കിറ്റില് ഭാര്യ ഇങ്ങനെ പേടിച്ച് അലറി കരഞ്ഞു വരാണ്. അപ്പൊ ഭർത്താവ് കൂടി എന്താ പറ്റി എന്നൊക്കെ എന്ന് പറഞ്ഞ് കാണിക്കുമ്പോ ഭാര്യയെ പേടിച്ച് കാണിക്കുന്നത് ഒരു പാറ്റേനെയാണ്. പാറ്റേനെ കാണിച്ച് ഭാര്യ പേടിച്ച് വരയ്ക്കാനുണ്ടായിട്ട് കുറച്ച് കഴിയുമ്പോ ഭാര്യ പോയി കഴിയുമ്പോ പാറ്റേനെ എടുത്തിട്ട് ഇങ്ങനെ സല്യൂട്ട് ചെയ്യും. ഇതൊക്കെ എങ്ങനെ സാധിക്കണം? ഇത്രയും വർഷമായിട്ട് ഭാര്യ എന്നെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷെ ഇത്രയുള്ള നീ എന്റെ ഭാര്യനെ പേടിപ്പിക്കുന്നു. ഓ, അപ്പൊ റിയലി നീയാണോ വലിയ സംഭവം എന്ന് പറഞ്ഞിട്ട് ഭർത്താവ് സെല്യൂട്ട് ചെയ്യുന്ന ഒരു സീനുണ്ട്. ഇറ്റ് വാസ് ഭയങ്കര ഒരു കോമിക് സംഭവമാണ്. കാര്യം നമുക്കറിയാം, പല സ്ത്രീകൾക്കും കൂടുതൽ സ്ത്രീകൾക്ക് കണ്ടാണ് ഈ പാർട്ടിനെ കാണുമ്പോൾ എന്തോ ഒരു വല്ലാത്തൊരു അവസ്ഥയുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോണത് ബി ലൈക്ക് എ കോക്രോച്ച് എന്നാണ്. അപ്പൊ കോക്രോച്ച് ആവാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടോ? ബി ലൈക്ക് എ കോക്രോച്ച്. നല്ല പാർട്ടിയല്ലേ? കാണുമ്പോ തന്നെ വെറുപ്പ് തോന്നുന്ന ആൾക്കാരുണ്ടാവും ഇതിനകത്ത്. ഏ സോ ഒത്തിരി ആ ഇതിൽ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ വീടുകളില് ഏത് വീട് എടുത്തു കഴിഞ്ഞാലും എത്ര വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വീട്ടിൽ പോലും ഈ സാധനത്തിനെ ഒഴിവാക്കാൻ പറ്റില്ല. പിന്നെ എവിടെ വേണമെങ്കിലും പിടിച്ചു കയറും, എവിടെ വേണമെങ്കിലും കയറും. ഇതിന്റെ ഒരു ഒരു പാറ്റയുടെ ഒരു ചരിത്രം എന്ന് പറയുന്നത് വെച്ചാല് നമ്മുടെ മനുഷ്യനൊക്കെ ഉണ്ടാവുന്നതിലും വർഷങ്ങൾക്ക് മുമ്പ് പാറ്റ ഉണ്ടെന്നുള്ളതാണ്. ഏകദേശം 320 മില്യൺ എന്ന് വെച്ചാൽ അറിയാലോ, മില്യൺ എന്ന് പറഞ്ഞാൽ അറിയില്ല, 10 ലക്ഷം എന്നാണ് മില്യൺ. അപ്പൊ 320 മില്യൺ എന്ന് പറയുമ്പോ ഇൻറ്റു 10, അതായത് 3200 വർഷങ്ങള്. അല്ല, 3200 അല്ല, 320 മില്യൺസ് എന്ന് പറയുമ്പോൾ 3200 പോരാ, ഇയേഴ്സ് എഗോ, ലക്ഷം, 3200 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് പാറ്റ ജീവിച്ചിരുന്നു. ഇന്നും പാറ്റ ഇവിടെ ഉണ്ട്. ഏകദേശം 252 മില്യൺ ഇയേഴ്സ് മുമ്പാണ് ദിനോസേഴ്സ് വന്നത്. പക്ഷെ ദിനോസർ ഈ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായി. മനുഷ്യൻ വന്നിട്ട് 2 മില്യൺ ഇയേഴ്സ് ആയിട്ടുള്ളൂ. 2 മില്യൺ ഇയേഴ്സ് ആയിട്ടുള്ളൂ. അപ്പൊ മനുഷ്യനേക്കാളും ഒക്കെ ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്ന ഒരു ജീവിയാണ് പാറ്റ. എന്ന് മാത്രമല്ല, ഈ ഇവര് എല്ലാ കാലഘട്ടത്തിലെയും എല്ലാ സാഹചര്യത്തെയും ഈ പാറ്റ അതിജീവിച്ചിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ കാലഘട്ടത്തിൽ പോലും വന്നെത്തി നിൽക്കുന്നത്. നമുക്കറിയാം, ഇന്നും നമ്മുടെ ബാത്റൂമിലും അല്ലെങ്കിൽ നമ്മുടെ കിച്ചണിലും എവിടെയും ഇവരെ തടഞ്ഞിട്ട് നടക്കാൻ വയ്യ. ഇവരെ ഒഴിവാക്കാനായിട്ടുള്ള മരുന്ന് കണ്ടുപിടിക്കുന്ന കമ്പനികള് വലിയ നേരെ തന്നെയുണ്ട്. ഇപ്പൊ നമുക്കറിയാം, കുറെ ഏതാണ് കുറെ ഹിറ്റും അങ്ങനെയൊക്കെയുള്ള കുറെ മരുന്ന് കമ്പനികൾ കോടികളുടെ ബിസിനസ്സാണ് പാറ്റയെ കൊല്ലാൻ വേണ്ടി, പാറ്റയെ തുരത്താൻ വേണ്ടിയിട്ട് കെമിക്കൽ ഫാക്ടറീസ് ഉണ്ടാക്കുന്നത്. പക്ഷെ സ്റ്റിൽ ഇതിനെ ഈ ഭൂമുഖത്തുനിന്ന് ഒഴിവാക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല,
ഇതിങ്ങനെ ദിനം പ്രതി ഇതിന്റെ എണ്ണം വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇൻസെക്ട്സിൽ ഇവരെ പോലെ കൂടുന്ന വേറൊരു ഇനമില്ല. പിന്നെ ഇത്രയും വർഷം, ഇത്രയും മില്യൺ ഇയേഴ്സ് ഇവർ നിലനിന്നു എന്ന് പറയുന്നത് ഈ പാറ്റയുടെ അഡാപ്റ്റബിലിറ്റിയുടെ ഒരു വലിയ ഗുണമാണ്. ഇത് ഏത് കെമിക്കൽ ഇതിനെ അടിച്ചു നോക്കി കഴിഞ്ഞാലും കുറച്ചു നേരത്തേക്ക് ഇതൊന്ന് ബോധം കെടും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇത് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ഇത് ആ കെമിക്കലിനോട് അഡാപ്റ്റഡ് ആവും, അവിടെ നിന്നും അത് രക്ഷപ്പെടും. പിന്നെ അത് മാത്രമല്ല, ഇതിന് ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ പറ്റും. ബാത്റൂമിലോ അതല്ലെങ്കിൽ കിച്ചണിലോ വേറെ എവിടെയും ഇതിന് കൃത്യമായിട്ട് ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. ഇതൊരിക്കലും ഒരു പരാതിയോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഇനി നമ്മൾ തല്ലിക്കൊന്നിട്ടാൽ പോലും നമുക്കറിയാം പാറ്റ കുറച്ചേരം കഴിയുമ്പോൾ എഴുന്നേറ്റ് വരും. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പാറ്റയുടെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് അഡാപ്റ്റബിലിറ്റി ആണ്. അതായത് ഏത് സാഹചര്യത്തിനനുസരിച്ചും അവര് മാറും എന്നുള്ളതാണ്. പിന്നെ പാറ്റയെ പറ്റി പറയുന്ന മറ്റൊരു ഫാക്ട് എന്താണെന്ന് വെച്ചാല് ഭക്ഷണമില്ലാതെ ഏകദേശം 1 മാസത്തോളം പാറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും. ഭക്ഷണമില്ലാതെ ഒരു ഭക്ഷണം കിട്ടിയില്ലെങ്കിലും 1 മാസത്തോളം ജീവിക്കാൻ പാറ്റയ്ക്ക് ബുദ്ധിമുട്ടില്ല. വെള്ളമില്ലെങ്കിൽ ഏകദേശം ഒരു 7 ദിവസത്തിനുള്ളിൽ പാറ്റ ചത്തും. ഇപ്പം വെള്ളമില്ലാത്തതാണ് പാറ്റയുടെ പ്രശ്നം. വാട്ടർ കണ്ടന്റ് എവിടെ ഉണ്ടെങ്കിലും പാറ്റയ്ക്ക് ക്യാൻ സർവൈവ്. അതുകൊണ്ടാണ് ഈ ബാത്റൂമിലും കിച്ചൺ സിങ്കിന്റെ അടുത്തൊക്കെ ഇത് കൂടുതൽ കാണുന്നതിന്റെ റീസൺ വെച്ചാൽ ഇതിന് വെള്ളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ബാക്കി ഏത് സാഹചര്യത്തെയും എതിർക്കാനും നിലനിൽക്കാനും പറ്റുമെന്നുള്ളതാണ് പാറ്റ നമുക്ക് നൽകുന്ന ഒരു സന്ദേശം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ആനയെ കുറിച്ച് പഠിച്ചു, ഈറ്റ് ദ എലഫന്റ് ആണ് നമ്മൾ പഠിച്ചത്. പക്ഷെ ഈ പ്രാവശ്യം നമ്മൾ പാറ്റയെ പോലെ ആവാനാണ് പറഞ്ഞത്. കാര്യം ഈ സാഹചര്യത്തില് നമ്മളോട് എന്തിന് പാറ്റയെ പോലെ ആവാൻ പറയണം? നമ്മുടെ പലരുടെയും പ്രശ്നം ഈ ഒരു അഡാപ്റ്റബിലിറ്റിയുടെ ഒരു പ്രശ്നം കൊണ്ടാണ് നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും ബുദ്ധിമുട്ടുന്നത്. നമ്മൾ ഒരു സാഹചര്യത്തിൽ നിന്ന് മറ്റൊരു സാഹചര്യത്തിലേക്ക് മാറാനായിട്ട് നമ്മൾ ആരും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ഒരു കംഫർട്ട് സോൺസ് ബ്രേക്ക് ചെയ്യാനായിട്ട് നോ വൺ ഈസ് ഇൻട്രസ്റ്റഡ്. അതെല്ലാം നമ്മുടെ കംഫർട്ട് സോണിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുമ്പോഴേക്കും നമ്മൾ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആവും, സങ്കടാവും, നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു അഡാപ്റ്റബിലിറ്റിയുടെ പ്രശ്നം കൊണ്ടാണ് ഇന്ന് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ ഉണ്ടാകുന്നതിന്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാല് ഒരു ചെറിയൊരു ഡിസ്റ്റർബൻസ് സിസ്റ്റത്തിൽ വരുമ്പോഴേക്കും ഇതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല, നേരെ പോയി ചത്തേക്കാം എന്നുള്ള ഒരു ചിന്ത നമ്മളെല്ലാവരെയും ഭരിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ഈ പാറ്റയെ പോലെ ആവാൻ പറഞ്ഞതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കൊരു പ്രഷറിലൊക്കെ ഒരു റെസിലിയന്റ് ആയിട്ട് നമുക്ക് നിൽക്കാനായിട്ട് പറ്റണം. എത്ര പ്രഷർ വന്നാലും എത്ര സിറ്റുവേഷൻസ് വന്നാലും അതിനെ അഡാപ്റ്റ് ചെയ്ത് ആ സാഹചര്യത്തോട് കൂടിച്ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. പിന്നെ ഇവിടെ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ അവരുടെ ജോലി, ഇപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് ജോലി വിട്ടിട്ട് പുതിയൊരു ജോലിയിലേക്ക് പോകും എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു ടാസ്ക് ആണ്. അതല്ലെങ്കിൽ സ്ഥിരമായി ചെയ്യുന്ന റുട്ടീൻസിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്താൻ പറഞ്ഞാൽ പോലും ഇതിൽ എത്ര പേര് ചെയ്യും? ഞാൻ ഒരു ദിവസം ക്ലാസ് എടുത്തു നിങ്ങൾക്ക്, നിങ്ങൾ വലത്തെ കൈകൊണ്ട് ബ്രഷ് ചെയ്യണമെങ്കിൽ ഇടത്തെ കൈകൊണ്ട് ചെയ്യാനായിട്ട്. ആ ഒരു സ്മോൾ ചേഞ്ച് ഇംപ്ലിമെന്റ് ചെയ്ത എത്ര പേരുണ്ട്? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ഞാൻ ചെയ്യുന്നുണ്ട് എന്നൊന്ന് പറയാവോ? ഞാൻ പറഞ്ഞ ഒരു ചെറിയൊരു ചേഞ്ച് ആണ്. നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡോടാണെങ്കിൽ ഓക്കെ, ഓഫ് കോഴ്സ് റൈറ്റ് ഹാൻഡോട് ബ്രഷ് ചെയ്യുന്ന ഇടത്തെ കൈകൊണ്ട് ബ്രഷ് ചെയ്യാൻ നിങ്ങളുടെ ബ്രെയിനെ ഡെവലപ്പ് ചെയ്യുന്ന പറഞ്ഞിട്ട് ആ ഒരു ചെറിയൊരു ചേഞ്ച് അഡാപ്റ്റ് ചെയ്ത് എത്ര പേരുണ്ട് ഇവിടെ? ചെയ്തിട്ടുണ്ട്. സ്ഥിരമായി ഇടയ്ക്കിടയ്ക്ക് ചെയ്യും. സ്ഥിരമായിട്ടില്ല, വല്ലപ്പോഴും. വല്ലപ്പോഴും ചെയ്തു. ഓക്കെ, വെരി ഗുഡ്. എങ്ങനെയുണ്ട്? കംഫർട്ട് സോൺസ് നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ചേഞ്ചസും അഡാപ്റ്റ്. അപ്പൊ നമ്മുടെ ഒരു സിറ്റുവേഷനെ നമുക്ക് മാറാൻ പറ്റി കഴിഞ്ഞാലാണ് നമുക്കൊരു അഡാപ്റ്റബിലിറ്റിയുടെ ഏറ്റവും വലിയ ഗുണം. ഞാൻ ഇതിന് പല എക്സാമ്പിൾസ് ഉണ്ട്, പക്ഷെ എന്റെ ലൈഫ് തന്നെയാണ് എനിക്ക് ഏറ്റവും ഓക്കെ. താങ്ക് യു ശിലാമ. എന്റെ ലൈഫാണ് ഞാൻ പലപ്പോഴും ഇതിനകത്തൊരു എക്സാമ്പിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം വെച്ചാൽ ഞാൻ എങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നുള്ളത് സാഹചര്യങ്ങൾ കൊണ്ടാണ്, ഫോഴ്സ് കൊണ്ടാണ്. പക്ഷെ അഡാപ്റ്റബിലിറ്റി എനിക്ക് വളരെ കൂടുതലാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാൻ എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒരു അപ്പോളോ ഡേയ്സിലെ അപ്രന്റീഷിപ്പ് ആണ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ എനിക്ക് കിട്ടുന്ന ഒരു ജോലി എന്ന് പറയുന്നത് ടയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. ഞാൻ നേരെ പോകുന്നത് ഗ്ലൗസ് ഇൻഡസ്ട്രിയിലേക്കാണ്. സത്യം പറഞ്ഞാൽ ടയർ ഇൻഡസ്ട്രിയുമായിട്ട് ഒരു ബന്ധവുമില്ല ഗ്ലൗസ് ഇൻഡസ്ട്രിക്ക്. ഞാൻ അവിടെ ചെന്ന് സിസ്റ്റംസ് ഒക്കെ ബുദ്ധിമുട്ടാണ്, പ്രശ്നമാണ്. പക്ഷെ ഐ ട്രൈ ടു അഡാപ്റ്റ് ഓവർ ദർ. വിത്തിൻ എ ഇയർ ടൈം ഞാൻ അവിടെ അത്യാവശ്യം എനിക്ക് വിത്തിൻ 3 months തന്നെ എനിക്ക് പ്രൊമോഷൻ കിട്ടി. 2 years കൊണ്ട് ഞാൻ അവിടെ നിന്നു.
അതിനുശേഷം വീണ്ടും ഞാൻ അടുത്ത ഒരു ജോലി എന്ന് പറയുന്നത് ഒരു ബന്ധവുമില്ലാത്ത ഒരു കൺസൾട്ടൻസി ഫീൽഡിലേക്ക് പോയെ. അത് കുറച്ച് മാസം വർക്ക് ചെയ്തില്ല. അപ്പൊ തന്നെ അപ്പോളോ ഡയസിൽ വീണ്ടും ജോലിക്കാരനായിട്ട് കയറി, നോട്ട് ആയി സൂപ്പർവൈസർ. അവിടെ കട്ടപ്പണിയാണ്. കട്ടപ്പണി എന്ന് പറഞ്ഞാൽ കട്ടപ്പണി. അതെന്ന് വെച്ചാൽ ടയർ എടുക്കണം. ഞാൻ അതുവരെ ചെയ്യാത്തൊരു ജോബ്. ഹാർഡ് വർക്ക് ആണ്. ശരിക്കും ബംഗാളികൾ ചെയ്യുന്ന പണിയാണ് ഞാൻ അവിടെ ചെയ്തത്. ബട്ട് ഐ ഹാഡ് അഡാപ്റ്റഡ് ദെയർ ടു. 3 വർഷം മരണപ്പണി ചെയ്ത് അവസാനമാണ് ഞാൻ അവിടെ നിന്ന് ഒരു പ്രൊമോഷനായി ഒരു ടയർ ബിൽഡറായി. ഇവിടെ നിന്ന് 5 വർഷം ഞാൻ കംപ്ലീറ്റ് ചെയ്ത സമയത്താണ് എനിക്ക് ഗൾഫിൽ ഒരു ചാൻസ് കിട്ടുന്നത്. അതും ഡിഫറെന്റ് ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ ഗ്ലാസ് ഉണ്ടാക്കുന്ന കമ്പനിയാണ്. നമ്മുടെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അധികം. നമ്മുടെ വലിയ വലിയ ബിൽഡിങ്ങിന്റെ ഒക്കെ ഡബിൾ ഗ്ലേസ്ഡ് ഗ്ലാസ് ആണ്. ഫ്രണ്ടും ബാക്കും ഉള്ള ഗ്ലാസ് ആണ്. അത് ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ടും കളറിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ബിൽഡിങ്ങിലൊക്കെ വലിയ, നിങ്ങളറിയാം ദുബായി ഒക്കെ പോകുന്നവർക്കോ അല്ലെങ്കിൽ ഇവിടെ തന്നെ വലിയ ഹൈ റൈസ് ബിൽഡിങ്ങിന്റെ ഒക്കെ ഫ്രണ്ടിൽ കാണുന്ന ഗ്ലാസ് ആണ്. നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ്. പക്ഷെ ദുബായിലും ഗൾഫ് കൺട്രീസിലും യൂറോപ്യൻ കൺട്രീസിലൊക്കെ നിരവധി യൂസ് ചെയ്യുന്ന ഒരു ഗ്ലാസ് ആണ്. അപ്പോൾ അതിന്റെ മാനുഫാക്ചറിംഗിലേക്കാണ്. അതായത് ഞാൻ അതുവരെ വർക്ക് ചെയ്ത ടയർ ഇൻഡസ്ട്രിയുമായിട്ടോ ഗ്ലൗസ് ഇൻഡസ്ട്രിയുമായിട്ടോ ഒരു ബന്ധവുമില്ലാത്ത ഒരു ഇൻഡസ്ട്രിയിലേക്കാണ് ഞാൻ ജമ്പ് ചെയ്തത്. തീർച്ചയായിട്ടും വളരെ ഡിഫിക്കൽട്ട് ആയിരുന്നു. ഇറ്റ്സ് നോട്ട് ഈസി. ബട്ട് അവിടെ ചെന്ന് വിത്തിൻ 1 month or 2 months കഴിഞ്ഞപ്പോഴേക്കും 6 months ആയി കഴിഞ്ഞപ്പോഴേക്കും ഐ അഡാപ്റ്റഡ് വെൽ. ഐ ബിക്കം എ സെക്ഷൻ ഇൻചാർജ് ഫോർ 1 section. അപ്പൊ അത് കഴിഞ്ഞ് അവിടെ 2 വർഷം കംപ്ലീറ്റ് ചെയ്തു. പിന്നെ എനിക്ക് അടുത്ത ജോബ് കിട്ടുന്നത്, ഞാൻ അതുവരെ വർക്ക് ചെയ്ത ഒരു വർക്കും അല്ല, വെയർഹൗസിലെ അസിസ്റ്റന്റ് മാനേജർ. വെയർഹൗസിന്റെ ഒരു ജോബ് പോലും ചെയ്യാതെ ഞാൻ നേരെ വെയർഹൗസിലേക്കാണ് ചാടുന്നത്. അതും ഒരു സോളാർ കമ്പനിയിൽ. ഇന്നേ വരെ സോളാർ എന്തെന്ന് പോലും കേൾക്കാത്ത ഞാൻ സോളാർ കമ്പനിയുടെ വെയർഹൗസ് മാനേജറാണ്. സോ അഗെയിൻ ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ഫോർ മീ. ഐ അഡാപ്റ്റഡ് ദെയർ ടു. 6 months കഴിഞ്ഞപ്പോ എന്റെ ബോസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഓസ്റ്റിൻ യു ആർ ഡൂയിങ് സോ ഗ്രേറ്റ്. ഞാൻ പറഞ്ഞല്ലോ എന്നെ കുറെ പറ്റിച്ചൊരു മാഷാണ് പുള്ളിക്കാരൻ. അത് കഴിഞ്ഞ് ഞാൻ നേരെ ജോയിൻ ചെയ്യുന്ന കമ്പനി എന്ന് പറയുന്നത് സ്കിൽ ഡെവലപ്മെന്റ് ആണ്. ഇന്നിപ്പോ ലാസ്റ്റ് ഒരു 10-11 years ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത് സ്കിൽ ഡെവലപ്മെന്റ് ഇൻഡസ്ട്രിയിലാണ്. എന്തുകൊണ്ട് എന്റെ ലൈഫിൽ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ എനിക്ക് വളരാൻ പറ്റി എന്നുള്ളതിന് ഏറ്റവും വലിയ ഒരു കാരണം ആയിട്ട് എനിക്ക് തോന്നുന്നത് വെച്ചാൽ എനിക്ക് ഈ സാഹചര്യങ്ങളോടും സിറ്റുവേഷൻസിനോടും അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവാണ്. പലപ്പോഴും ഇന്റർവ്യൂലൊക്കെ ചോദിക്കാവുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ എന്തുകൊണ്ട് ഇൻഡസ്ട്രി ചേഞ്ച് ചെയ്തു? അപ്പൊ ഞാൻ പലപ്പോഴും ആ ഇന്റർവ്യൂലൊക്കെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, സാറേ യു ഓൾവേസ് ടേക്ക് ദ എക്സ്പീരിയൻസ് ഇൻ ദ സെയിം ഫീൽഡ്, ബട്ട് യു സീ മീ, ഐ വർക്ക്ഡ് ഇൻ ഡിഫറെന്റ് ഇൻഡസ്ട്രി. ഐ വർക്ക്ഡ് ഇൻ glass industry, I worked in gloves industry, I worked in tire industry. Now it's a new opportunity. Now I am working in skill industry. Skill industry വന്നതിന് ശേഷം വേറെ ഇന്റർവ്യൂ പോയില്ല. പക്ഷെ ഞാൻ പറഞ്ഞു, ഇത്രയും ഏരിയയിൽ ഞാൻ വർക്ക് ചെയ്തെന്ന് മാത്രമല്ല, ഐ അഡാപ്റ്റഡ് വെൽ ആൻഡ് ഐ ബിക്കം വൺ ഓഫ് ദ ബെസ്റ്റ് എംപ്ലോയി ഓഫ് ദ കമ്പനി. സോ ഇറ്റ്സ് മൈ അച്ചീവ്മെന്റ്. ഞാൻ ആ രീതിയിലാണ് ഒരു ഇന്റർവ്യൂ ബോർഡിന് മുമ്പിൽ എന്നെ പ്രസന്റ് ചെയ്യാറ്. അപ്പം ഞാൻ ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, ജീവിതത്തില് ഞാൻ എങ്ങനെയാണ്, എനിക്ക് മാറാൻ പറ്റൂല, എന്റെ സിസ്റ്റംസ് ഒക്കെ എങ്ങനെയാണ്, എല്ലാവരും എനിക്ക് വേണ്ടി മാറിക്കൊള്ളണം എന്ന് പറയുന്നതിനപ്പുറം നമ്മുടെ സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാൻ, നമുക്ക് ആ ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് ഇഴുകിച്ചേരാൻ, അതിൽ നിന്നിട്ട് റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിച്ചില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മള് മാർക്കറ്റ് ഔട്ട് ആവും അല്ലെങ്കിൽ ഫീൽഡ് ഔട്ട് ആവും. നമുക്കറിയാം, ഞാൻ പലതവണ ഈ എക്സാമ്പിൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ സിറ്റുവേഷൻ വരുന്നതുകൊണ്ട് ഒരിക്കൽ കൂടെ പറയാണ്, നമ്മൾ യൂസ് ചെയ്യുന്ന ഫോണിൽ ഇപ്പൊ നോക്കിയ ഇല്ല, നമ്മൾ യൂസ് ചെയ്യുന്ന ഫോണിൽ ബ്ലാക്ക്ബെറി ഇല്ല. പക്ഷെ ഈ 2 ഫോണും നമ്മുടെ, പ്രത്യേകിച്ച് ഇവിടെയുള്ള എല്ലാവരുടെയും, ഇതിനകത്ത് ആരും ജെൻസീസ് ആരെയും ഞാൻ കാണുന്നില്ല, നമ്മുടെ എല്ലാവരുടെയും ചെറുപ്പകാലത്ത് ഏറെ ആഗ്രഹിച്ചിരുന്ന, ഏറെ ഉപയോഗിച്ചിരുന്ന ഒരു ഫോൺ നോക്കിയായിരുന്നു. നോക്കിയ അല്ലാതെ വേറൊരു ബ്രാൻഡിനെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് പറ്റില്ലായിരുന്നു. പക്ഷെ ഇന്ന് നോക്കിയ എന്ന് പറയുന്ന ബ്രാൻഡ് ഇല്ല, ഓൾമോസ്റ്റ് 0 ആണ്. വളരെ ചെറിയ പെർസെന്റേജ് ഓഫ് മാർക്ക്. എനിക്കറിയാം, നോക്കിയ 1100 എന്ന് പറയുന്ന ഫോൺ ഇറങ്ങുന്ന സമയത്ത് മൊത്തം ലോകത്ത് വിൽക്കപ്പെടുന്ന ഫോണിന്റെ 75%ഓ 80% ഒക്കെ ആ ഫോണായിരുന്നു. ഫിൻലാൻഡിൽ നിന്നൊക്കെ ഉണ്ടാക്കി വരുന്ന ആ ഫോൺസിനൊക്കെ ഭയങ്കര ഡിമാൻഡായിരുന്നു. എന്താണ് അവർക്ക് പറ്റിയത്? ഗൂഗിൾ ആൻഡ്രോയിഡ് എന്ന് പറയുന്ന ഒരു സംവിധാനം അവതരിപ്പിച്ചു. അത് അവതരിപ്പിച്ചപ്പോൾ ഏറ്റവും ആദ്യം അപ്രോച്ച് ചെയ്ത് നോക്കിയാണ്. കാരണം ഗൂഗിൾ ചിന്തിച്ചത് ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഫോൺ നോക്കിയാണ്. അപ്പൊ അതുകൊണ്ട് ഈ സിസ്റ്റം നോക്കിയയിലൂടെ പുറത്തു വരികയാണെങ്കിൽ ലോകത്ത് ഒരുപാട് ആളുകളിലേക്ക് ഇത് പെട്ടെന്ന് എത്തും, വൺ ഓഫ് ദ വേൾഡ് വൈഡ് അക്സെപ്റ്റൻസ് കിട്ടും. പക്ഷെ നോക്കിയ പുറം തിരിഞ്ഞു നിന്നു. നോക്കിയ പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളുടെ സോഫ്റ്റ്വെയർ വേണ്ട,
ഞങ്ങൾക്ക് ഞങ്ങളുടെ സോഫ്റ്റ്വെയർ ഉണ്ട്, ഞങ്ങൾ ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം, ഞങ്ങൾക്ക് ഇത് മതി. അതിന്റെ ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടും അവരുടെ കമ്പനി അവര് പിന്തിരിഞ്ഞു നിന്നു. പിന്നെ സംഭവിച്ചു നമുക്കറിയാം, നോക്കിയ എന്ന് പറയുന്ന ബ്രാൻഡ് ഇല്ലാതെയായി. അതിനെ വളരെ ഹാർദപൂർവ്വം സ്വാഗതം ചെയ്ത സാംസങ് വൺ ഓഫ് ദ ബെസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സെല്ലിംഗ് ഉള്ള ഒരു ഫോണായിട്ട് ഇൻഡസ്ട്രിയിൽ മാറി. പിന്നെ മറ്റ് പ്ലെയേഴ്സ് എല്ലാം വന്നു. അതുപോലെ തന്നെയാണ് ബ്ലാക്ക്ബെറിക്ക് പറ്റും. ഒരു കാലത്ത് ബിസിനസ്സുകാരുടെ കാശുള്ളവരുടെ മാത്രം ഫോണായി കരുതിയിരുന്ന ബ്ലാക്ക്ബെറി അവരുടെ കീപാഡ് സിസ്റ്റം ഫോൺസ് വെരി എന്താ പറയുക യുണീക്ക് ആയിരുന്നു. അവരുടെ കീപാഡ് സിസ്റ്റംസ് പഴയ കഴിവിലായിരുന്നു. ഞാനും കണ്ടിട്ടുണ്ട് ബ്ലാക്ക്ബെറി ഫോണൊക്കെ. അതുള്ളത് ആൾക്കാർക്ക് ഒരു അഭിമാനമായിരുന്നു. ഈവൻ ഈ മെയിലൊക്കെ അതിനകത്ത് കിട്ടുമായിരുന്നു. അവരും സിസ്റ്റത്തിനോട് പെൻതിരിഞ്ഞു നിന്നു. ഫൈനലി വാട്ട് ഹാപ്പൻ, അവരും മാർക്കറ്റിൽ നിന്ന് വാഷ് ഔട്ട് ചെയ്തു പോയി. ഇത് തന്നെയാണ് കൊഡാക്കിന് സംഭവിച്ചത്. കൊഡാക്ക് ഫിലിം ഇൻഡസ്ട്രിയില് ഫിലിം മാനുഫാക്ചറിംഗില് കൊഡാക്ക്, അതായത് ഒരു ഫോട്ടോ ഫിലിംഗ്രാഫില് വേൾഡിലെ ഏക ബ്രാൻഡ് അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് 90% ഓഫ് ദ മാർക്കറ്റും ഹാൻഡിൽ ചെയ്യുന്ന കൊഡാക്ക് എന്ന് പറയുന്ന ഒരു സംവിധാനം ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിയുടെ വരവോടുകൂടി അതിനെ അഡാപ്റ്റ് ചെയ്യാതിരുന്നുകൊണ്ട് കൊഡാക്ക് എന്ന് പറയുന്ന കമ്പനി തന്നെ ലോകത്തുനിന്നില്ലാതെ. അപ്പൊ നമ്മള് ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ ഭൂമുഖത്ത് നമുക്ക് നിലനിൽക്കണമെങ്കിൽ അഡാപ്റ്റേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം നമുക്കറിയാം ചൂട് കൂടുതലാണ്. ഈ ചൂട് കൂടുന്ന ഇതിനെ നമ്മൾ അഡാപ്റ്റീവ് അല്ലെങ്കിൽ, അയ്യോ ചൂടാണ് ഞാൻ ഇനി പുറത്തിറങ്ങൂല, ഇത് കഴിയുമ്പോൾ ജോലിക്ക് പോവില്ല, ഇതുകൊണ്ട് ജീവിക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാല് കാലാവസ്ഥ മാറും, സിറ്റുവേഷൻസ് മാറും. വി ഹാവ് ടു അഡാപ്റ്റ് ദീസ് സിറ്റുവേഷൻസ് ആൻഡ് വി ഹാവ് ടു വർക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ നമ്മൾ ഓരോ സെക്കൻഡിലും നമ്മൾ വളർത്തേണ്ട ഒരു ക്വാളിറ്റി എന്താണെന്ന് വെച്ചാല്, നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ ചുറ്റുപാടുകൾ മാറുമ്പോഴും അതിനെ അഡോപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ അബ്സോർബ് ചെയ്തിട്ട് ജീവിതത്തിൽ കുറച്ചും കൂടി വിജയം കൊണ്ടുവരാനാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ എപ്പോഴും ആളുകൾ പറയുന്ന ഒരു കാര്യമാണ്, പണ്ടൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു, പണ്ട് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, പണ്ട് അങ്ങനെയായിരുന്നു, പണ്ട് ഇങ്ങനെയായിരുന്നു. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് വെച്ചാല്, ഞാൻ എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞോന്ന് എനിക്കൊരു സംശയമുണ്ട്. ആളുകൾ ചോദിക്കും, എല്ലാവരോടും ചോദിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സമയം ഏതാണ്? ഞാൻ ആ ക്വസ്റ്റ്യൻ ഇവിടെ ഉള്ളവരോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ, ജീവിതത്തിലെ ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള സമയം ഏതായിരുന്നു? സ്കൂള്, കോളേജ്. കോളേജ്. ഓക്കെ, എനിവൺ എൽസ്? ഏറ്റവും സന്തോഷമുള്ള സമയം ഏതായിരുന്നു? ആരും ഇല്ലേ? ഉറങ്ങിയോ? പഠിക്കുന്ന സമയം. പഠിക്കുന്ന സമയം. ദിവ്യ എന്താ പറഞ്ഞ? കേട്ടില്ല. കോളേജ് സമയമായിരുന്നു. ഓക്കെ, വെരി ഗുഡ്. എനിവൺ എൽസ്? മേഘ? എനിക്ക് ഇപ്പോഴാണ് തോന്നുന്നു സാർ, ഇപ്പോഴാണ് എന്റെ ഏറ്റവും നല്ല സമയം. ഓക്കെ, വെരി ഗുഡ്. എനിവൺ എൽസ്? ശ്രീഷ്മ? ഈ സമയം. ബഷീർ സാറേ എപ്പോഴാ? ഈ സമയം. കേട്ടില്ല. ഇപ്പോൾ. ഇപ്പോൾ. ഓക്കെ, ശ്രീഷ്മ എന്താ പറഞ്ഞേ? ചെറുതായിരിക്കുമ്പോ സാർ. വെരി ഗുഡ്. നമ്മൾ ഭൂരിഭാഗം ശരിയാ, ചൈൽഡ്ഹുഡ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് ഇപ്പോ ഓക്കെ. ഞാൻ പറഞ്ഞിട്ട് നമ്മൾ ഭൂരിഭാഗം പേരും പറയുന്ന ഒരു ആൻസർ എന്ന് വെച്ചാല് നമ്മുടെ കോളേജ് ഡേയ്സ്, നമ്മള് സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ഒക്കെയാണ്. സത്യമാണ്, നമുക്ക് അന്ന് വലിയ ഉത്തരവാദിത്വം വന്നില്ല. പക്ഷെ കോളേജിൽ പഠിച്ചിരുന്ന കാലത്തെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എനിക്ക് ഇപ്പൊ നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇപ്പൊ എല്ലാവരും പറയും സ്കൂൾ ഡേയ്സും ചൈൽഡ്ഹുഡ് ഡേയ്സ് എന്നൊക്കെ പറയും. പക്ഷെ ആ സമയത്ത് ടീച്ചറെ തല്ലുകൊള്ളണം, പഠിക്കണം. ഞാനൊക്കെ അന്ന് ആലോചിച്ചിട്ടുണ്ട്, കോപ്പ് ഇത് പെട്ടെന്ന് തീർന്ന ഒരു ജോലി കിട്ടിയെങ്കിൽ എന്തിനു നല്ലതായിരുന്നു എന്നൊക്കെ നമ്മൾ അന്ന് കാലഘട്ടത്ത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പലപ്പോഴും എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ, ഇവിടെ പലവരും പറഞ്ഞൊരു ആൻസർ എന്ന പോലെ, എന്റെ സത്യം പറഞ്ഞാൽ ഏറ്റവും നല്ല ബെസ്റ്റ് ടൈം ഇപ്പോഴാണ്. ഞാൻ പറഞ്ഞ ഇപ്പോഴാന്ന് വെച്ചാൽ ഒരു സർക്കാസിസം അനുസരിച്ച് ഞാൻ പറയുന്നതല്ല. എല്ലാവരും ഞാൻ ലിവ് ഇൻ ദ മൊമെന്റ് അങ്ങനെ ആയതുകൊണ്ടല്ല. സത്യം പറഞ്ഞാൽ എന്റെ ചെറുപ്പകാലത്ത് എന്നൊക്കെ പറഞ്ഞാൽ സാമ്പത്തികവും ഇല്ല, കാരണന്മാരുടെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കണം, ഒരു സ്ഥലത്ത് പോകാൻ സ്വാതന്ത്ര്യമില്ല. നമ്മളൊക്കെ ഇങ്ങനെ കാരണന്മാര് പറഞ്ഞ് കേട്ട് ജീവിച്ചിരുന്ന ഒരാളാണ്. അപ്പൊ സ്വാതന്ത്ര്യം ഇല്ല, മറ്റേ കാശില്ല, സാമ്പത്തികം എല്ലാം ബുദ്ധിമുട്ട്, ഒരു സ്ഥലത്ത് പോകാനും പറ്റൂല. കാര്യം ഉത്തരവാദിത്തങ്ങളൊക്കെ കുറച്ച് കുറവായിരുന്നു, എന്നാൽ പോലും സാമ്പത്തികം ഇല്ലാത്തതിന്റെ വിഷമമുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ പറയുന്ന സമയത്ത് എനിക്കൊരു ജോലിയുണ്ട്, അത്യാവശ്യം ഞാൻ ഏൺ ചെയ്യുന്നുണ്ട്. എനിക്ക് എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരാളുടെ അടുത്തും പൈസക്ക് കഴിഞ്ഞിട്ടുന്ന ആവശ്യമില്ല. ഐ ഹാവ് മൈ ഓൺ മണി. എനിക്ക് ഒരുപാട് റിലേഷൻഷിപ്പ് ഉണ്ട്, കണക്ഷൻസ് ഉണ്ട്. ഞാൻ ആ സമയത്തൊക്കെ എനിക്ക് വളരെ ലിമിറ്റഡ് കണക്ഷൻസും ലിമിറ്റഡ് ആളുകളായിട്ടുള്ള കണക്ഷൻസേ ഉള്ളൂ. പക്ഷെ നൗ ഐ ഹാവ് എ വെരി ഗുഡ് ഹ്യൂജ് കണക്ഷൻസ്. എവിടെ പോയാലും എന്നെ ഇഷ്ടപ്പെടാൻ ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു
ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ യൂത്ത് ഉള്ള സമയത്തെക്കാളും കൂടുതൽ സ്നേഹവും കെയറൊക്കെ എനിക്ക് ഇപ്പൊ കിട്ടുന്നുണ്ട് ഇൻ മൈ 40s ഓർ 45 ഇയേഴ്സ്. കാര്യം നമ്മൾ കുറച്ചും കൂടി മെച്ചൂറായി, നമ്മുടെ ലൈഫ് മാറി. അപ്പം ഞാൻ പറഞ്ഞ ഈ സെൻസിൽ നമുക്ക് ഈ ഒരു സാഹചര്യത്തെ, ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് അത് ഇഷ്ടത്തോടെയും സ്നേഹത്തോടെയൊക്കെ അഡാപ്റ്റ് ചെയ്യാനും കെയർ ചെയ്യാനും പറ്റുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ വലിയ ഒരു ചേഞ്ചസ് വരുന്നത്. അപ്പൊ അല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് വന്ന വേറൊരു വ്യക്തിത്വം ഇപ്പൊ മദർ തെരേസയാണ്. മദർ തെരേസ എന്ന് പറയുന്ന ഒരു വ്യക്തി ആം, യൂറോപ്പിലൊക്കെ വളരെ തണുത്ത കാലാവസ്ഥയിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തി ആതുര സേവനം എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ ഇന്ത്യയിൽ വരുന്നു. ഇവിടുത്തെ അവസ്ഥ അറിയാലോ, ഇവിടെ വൃത്തിയില്ല. യൂറോപ്പിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വൃത്തി എന്ന് പറഞ്ഞ സാധനമില്ല. ആൾക്കാരൊക്കെ, മനുഷ്യന്മാരൊക്കെ വെറുതെ പുഴു പിടിച്ച ആൾക്കാരൊക്കെ ചവറ്റുകൊട്ടയിലൊക്കെ കൊണ്ടുവിടുന്ന സിറ്റുവേഷൻസിൽ ഇവിടെ വരികയും ഒരു ആശ്രമം പോലെ സ്റ്റാർട്ട് ചെയ്യുകയും അവിടെ നിന്ന് ഈ പാവപ്പെട്ട ആൾക്കാരൊക്കെ എടുത്ത് ഇവിടുത്തെ ഒരു കൾച്ചറിനോട് അഡാപ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അവർ സാരി ഉടുക്കുന്നു. സാരി ഉടുത്ത് ഇവിടുത്തെ ആൾക്കാരെ പോലെ ആയി അവര് അവരുടെ ശുശ്രൂഷ സേവനം നടത്തിയത് കൊണ്ട് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന വ്യക്തിയും ഈവൻ ക്രിസ്ത്യൻസിന് അവരൊരു സെയിന്റുമായിട്ട് മാറി. കാര്യം അവര് ഞാൻ യൂറോപ്പിലാണ്, എനിക്ക് ഇവിടുത്തെ സാഹചര്യമില്ല, ഞാൻ യൂറോപ്പിൽ സേവനം അനുഷ്ഠിക്കാന്ന്. യൂറോപ്പിൽ ഇങ്ങനെ സേവനം ആവശ്യമുള്ള ആൾക്കാരില്ല. കാര്യം ആ സമയത്തൊക്കെ അവര് അത്യാവശ്യം ക്വൈറ്റ് റിച്ച് ആണ്. അപ്പൊ അവിടെ അവർക്ക് സേവനം ആവശ്യമില്ല, ഇവിടെയാണ് ആവശ്യം. ഇവർ ഈ സാഹചര്യത്തോട് അഡാപ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഇവിടെ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റിയത്. ഇല്ലാത്തവരെല്ലാവരും വാഷ് ഔട്ട് ആയി പോകും. അപ്പൊ നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലും ഈ ചേഞ്ചസ് വരുന്ന സമയത്ത് അതിനോട് കൃത്യമായി പ്രതികരിക്കാനായിട്ട് കഴിയാത്ത ആൾക്കാർക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. നമ്മളിവിടെ എല്ലാവരും ഓൺലൈനിൽ ക്ലാസ് ഇരിക്കുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, കൊറോണ വരുന്ന സമയം വരെ ഒരുപാട് ട്രെയിനേഴ്സ് ഉണ്ടായിരുന്നു, ഒരുപാട് ട്രെയിനേഴ്സ് എന്ന് വെച്ചാൽ അന്ന് കുറെ ഓഫ്ലൈനിലൊക്കെ കിടന്ന് പൊരിക്കുന്ന ട്രെയിനർമാരുണ്ടായിരുന്നു. കൊറോണ വന്ന സമയത്ത് പെട്ടെന്ന് എല്ലാവരെയും ട്രെയിനിങ് തന്നു. ഇപ്പൊ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു ബൈജു എന്ന് പറയുന്ന ഒരു സാറ് അന്നുണ്ടായിരുന്നു. പുള്ളി ഓഫ്ലൈൻ ട്രെയിനിങ് മാത്രം എടുക്കാണ്, പുള്ളിക്ക് ഓൺലൈനെ പറ്റി ഒരു ധാരണയുമില്ല. ആ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാറേ ഞാനായിട്ട് ഭയങ്കര നല്ല റിലേഷൻഷിപ്പിലാണ്, അപ്പം സാറേ ട്രെയിനിങ് ഉണ്ടല്ലേ. അപ്പം എനിക്കും സങ്കടം തോന്നി. കാര്യം വെച്ചാൽ അയാളുടെ ആകെ ഒരു സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഈ ഒരു ട്രെയിനിങ് ആണ്. മറ്റ് ഇൻകങ്ങളില്ല, വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പം സോ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു ട്രെയിനിങ് എടുക്കണം, നിങ്ങൾ ഓൺലൈനിൽ ട്രെയിനിങ് എടുക്കണം. അയ്യോ സാർ അത് നടക്കൂല, അത് ബുദ്ധിമുട്ടാണ്, കാര്യം ആളുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റൂല. ഞാൻ പറഞ്ഞു, യു ഡോണ്ട് സീ ലൈക്ക് ദാറ്റ്. ഇതാണ് ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി വരുന്നത്. നിങ്ങൾക്ക് ഓഫ്ലൈനിലുള്ളതിനേക്കാളും കൂടുതൽ അവസരങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനിൽ കിട്ടും. കാര്യം ആളുകൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഫൈനലി ഞാൻ പറഞ്ഞ എൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൽ, എനിക്ക് അന്ന് ആ സൂം പ്ലാറ്റ്ഫോം അന്നുണ്ട്, 6 വർഷമായിട്ട് ഞാൻ അതിന് പേയ്മെന്റ് കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ കമ്പനിയാണ്, ഞാനല്ല. അപ്പം സൂം പ്ലാറ്റ്ഫോമിലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ സ്റ്റാഫിനും പിള്ളേർക്കൊക്കെ വേണ്ടി ഒരു ട്രെയിനിങ് എടുക്കാവോ. അപ്പൊ ഫൈനലി പുള്ളി തീരുമാനിച്ചു. അപ്പൊ ഞാൻ ഏകദേശം ഒരു ദിവസം 2 ദിവസമൊക്കെ പുള്ളിയായിട്ട് ഒരു 1 hour 2 hour ഒക്കെ വെച്ചിരുന്നിട്ട് ഇത് എങ്ങനെയാണ് സൂം ഉപയോഗിക്കുന്നത്, ഇതിനകത്ത് ഫയൽ എങ്ങനെ ഷെയർ ചെയ്യുന്നത്, ഇതൊക്കെ അദ്ദേഹത്തിന് ഞാൻ പഠിപ്പിച്ചു കൊടുത്ത ആദ്യത്തെ ട്രെയിനിങ് പുള്ളി ഓൺലൈൻ എടുക്കുന്നത് എന്റെ സ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ്. ഫ്രീ ആയിട്ടാണ് പുള്ളിക്കാരൻ ചെയ്തത്. പക്ഷെ ഏറ്റവും അത്ഭുതം എന്താണെന്നറിയോ, ഇന്ന് ഏറ്റവും കൂടുതൽ അദ്ദേഹം വരുമാനം നേടുന്നത് ഓൺലൈൻ ട്രെയിനിങ്ങിലാണ്. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു പ്ലാറ്റ്ഫോം, എനിക്ക് തോന്നുന്നു ബി മാജിക്കിനേക്കാളും പഴയത്, നമ്മുടെ പോസ്റ്റ് കമ്മ്യൂണിനേക്കാളും കുറച്ച് ചെറുത്. എന്ന് വെച്ചാൽ പോസ്റ്റ് കമ്മ്യൂണൊക്കെ തുടങ്ങി, പോസ്റ്റ് കമ്മ്യൂൺ നമ്മുടെ സ്കേറ്റിന്റെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യുന്നത്. നമ്മൾ ബി മാജിക്കും ചെയ്യുന്നുണ്ട്. അപ്പൊ ബി മാജിക്കിനേക്കാളും കുറച്ചും കൂടി പഴയതും എന്നാ എനിക്ക് തോന്നുന്നു അവരെത്ര എപ്പിസോഡായെന്ന് എനിക്കറിയാം. ഇതുവരെ എനിക്ക് തോന്നുന്നു 2000-ലധികം ദിവസങ്ങള് അവർ കണ്ടിന്യൂസ് ആയിട്ട്, ബി മാജിക്കിനേക്കാളും ചെറുതാണോ, ബി മാജിക്കിനേക്കാളും ചെറുതാണ്, അവര് ട്രെയിനിങ് നടത്തുന്നു. അയാളുടെ ഏറ്റവും കൂടുതൽ ഇൻകം അയാൾ ഓൺലൈനിലൂടെ സമ്പാദിക്കുന്നു. ഓഫ്ലൈൻ ട്രെയിനിങ്സ് കമ്പാരിറ്റീവ്ലി ഇല്ല എന്ന് തന്നെ പറയാം. എന്ന് വെച്ചാൽ ഇപ്പൊ കുറെ വർഷമായി പുള്ളി ഒരു ഓഫ്ലൈൻ ട്രെയിനിങ് നടത്തിയിട്ട്. സോ അന്ന് ഓൺലൈൻ ട്രെയിനിങ്ങിനോട് മുഖം തിരിഞ്ഞായിരുന്ന ആ മനുഷ്യൻ പിന്നീട് എന്റെ ഒരു അഡ്വൈസ് കേട്ട് ഓഫ്ലൈൻ അല്ലെങ്കിൽ ഓൺലൈൻ ട്രെയിനിങ്ങിലേക്ക് വരാൻ താല്പര്യം കാണിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ പുള്ളിനെ തന്നെ ലിമിറ്റ് ചെയ്യാനും എക്സീഡ് ചെയ്യാനും ഒക്കെ പുള്ളി നോക്കിയത് കൊണ്ട് ഹി സ്റ്റിൽ എക്സിറ്റ് ഓൺ ദ പ്ലാറ്റ്ഫോം. നമുക്കറിയാം ഒരുപാട് ട്രെയിനേഴ്സ് ഉണ്ട്, ഒരുപാട് ട്രെയിനേഴ്സ്. അന്ന് മധുഭാസ്കർ അങ്ങനെയുള്ള ആളുകളൊക്കെ PPV ചെയ്യും കുറെ ആൾക്കാരൊക്കെ. അപ്പൊ ഇവരൊക്കെ ഈ ഓൺലൈൻ ട്രെയിനിങ്ങിലേക്ക് മാറിയത് കൊണ്ടാണ് ദേ ക്യാൻ സ്റ്റിൽ എക്സിസ്റ്റ്. ഇല്ല ഞാൻ ഓഫ്ലൈൻ മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും പെട്ടുപോയി. അപ്പൊ ഞാൻ മനസ്സിൽ ഒരു ചേഞ്ചസ് നമ്മുടെ ചുറ്റുപാടുകളിലും സംഭവിക്കും. ഇപ്പൊ ചിലപ്പോൾ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ജോലിയിൽ ചിലപ്പോൾ നമുക്ക്
കൈമോശം വരും. നമ്മൾ പറയാം അയ്യോ ജോലി പോയേ, എനിക്ക് ആ ജോലി മാത്രമേ ചെയ്യാൻ അറിയുള്ളൂ എന്ന് പറഞ്ഞ് ഇരിക്കാതെ നമുക്ക് ഒരു ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അടുത്ത ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നത്. അപ്പൊ ഇനി ഞാൻ നിങ്ങളോട് ഒരു ഒരു കുറച്ച് ഒന്നുമില്ല, ജസ്റ്റ് ഒരു കാര്യം കൂടി നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ നമ്മുടെ റെഗുലർ ആയിട്ടുള്ള റുട്ടീൻസിനെ ഒന്ന് ചേഞ്ച് ചെയ്യണം. ആ റുട്ടീൻസിനെ ചേഞ്ച് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് ഒരു അഡാപ്റ്റബിലിറ്റി നമുക്ക് വരാം. ഇപ്പൊ നിങ്ങൾ സ്ഥിരം പോകുന്ന ഒരു റൂട്ട് ഒന്ന് മാറിപ്പോവോ, അതല്ലെങ്കിൽ നമ്മൾ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു ചേഞ്ചസ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, ഒരു അഡാപ്റ്റബിലിറ്റി സ്കില്ല്. ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങളെ ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ കുറച്ച് ഒരു ഡിഫറെന്റ് രീതിയിൽ ചെയ്ത് നോക്കാം. ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഞാൻ ഈ പറഞ്ഞത് ഒരു ബ്രഷ് നിങ്ങൾക്ക് മാറ്റി ചെയ്യാം. ഇനി അതിൽ നിങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മിറ്റത്തൊക്കെ നിങ്ങൾ എപ്പോഴും ചെരുപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ചൊന്ന് ചെരുപ്പിടാതെ നടന്നു നോക്കും. ഇത് രണ്ട് ഗുണങ്ങളുണ്ട്. ഒന്ന്, മണ്ണിലൊക്കെ ചെരുപ്പിടാതെ നടന്നാലുള്ള ഒരു ഗുണം വെച്ചാല് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുന്നവരോടാ, റസാഖ് സാറൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് അധികാരിയായിട്ട് പറയാൻ പറ്റും. ഏറ്റവും വലിയ കാര്യം വെച്ചാൽ നമ്മുടെ ഭൂമി ഒരു കാന്തം പോലെ വർക്ക് ചെയ്യുന്ന അറിയാലോ. അപ്പൊ നമ്മുടെ ചെരുപ്പിടാതെ നമ്മൾ മണ്ണിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഉള്ള നെഗറ്റീവ് എനർജീസിനെ അല്ലെങ്കിൽ നമ്മളെ കാര്യങ്ങൾക്ക് ഭൂമി ഭയങ്കരമായിട്ട് വലിച്ച് അബ്സോർബ് ചെയ്യുമെന്ന് പറയുന്നത്, നമുക്കൊരു റിഫ്രഷ്മെന്റ് ഉണ്ടാവും. അതുപോലെ ഏറ്റവും വലിയ ഒരു അക്യുപഞ്ചർ ചികിത്സയാണ് ചരലു പോലെയുള്ള സ്ഥലങ്ങളിലൂടെ അല്ലെങ്കിൽ ചരലിട്ടതിലൂടെയൊക്കെ നഗ്നപാതരായിട്ട് നടക്കാൻ പറ്റുന്നത് വെച്ചാൽ ഈ ആയത്തിൽ നഗ്നപാതരായിട്ട് നടക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു അക്യുപഞ്ചർ ചികിത്സയും കൂടിയാണ്. കാര്യം നമുക്കറിയാം നമ്മുടെ പ്രഷർ പോയിന്റ്സ് എല്ലാം കൈയുടെ ഉള്ളിലും കാലിന്റെ അടിയിലാണ് ഏറ്റവും കൂടുതൽ പ്രഷർ പോയിന്റ്സ് ഉള്ളത്. അപ്പൊ അതിനെ നമ്മളൊരു അക്യുപഞ്ചർ ചികിത്സ ചെയ്യുന്നേക്കാളും നല്ലത് അത്യാവശ്യം ചരലുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെ, മണ്ണിട്ട സ്ഥലങ്ങളിലൂടെ നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ കാലിന് ഒരുപാട് അക്യുപഞ്ചർ ട്രീറ്റ്മെന്റ് നൽകും. ഞാൻ പറഞ്ഞത് ദാറ്റ് ഈസ് വൺ ഓഫ് ദ മെത്തേഡ്. അത് മാത്രമല്ല, നിങ്ങൾ സ്ഥിരമായിട്ട് ഞാൻ ഇന്ന ഫുഡ് കഴിക്കുള്ളൂ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മാറ്റണം. ഇനി ഈവൻ ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സ്ഥിരമായ ഒരു പോസ്റ്റ് ഉണ്ടാവും, നമ്മുടെ ഒരു കംഫർട്ട് സോൺ ഉണ്ടാവും. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ എനിക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്, അല്ലെങ്കിൽ ഞാൻ എന്റെ ബോഡി അഡാപ്റ്റ് ചെയ്ത സ്ഥലമുണ്ട്. തീർച്ചയായിട്ടും അവിടെ നിന്ന് മാറിയിരിക്കണം. അപ്പോഴാണ് നമുക്ക് ആ ഒരു ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യൂ. ആ ഒരു ചേഞ്ച് ഫീൽ ചെയ്തിട്ട് അതിനെ അഡാപ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ഒന്ന് ചേഞ്ച് ആക്കി നോക്കുക. അല്ലെങ്കിൽ അയ്യോ എനിക്ക് ചോറുണ്ടാതെ പറ്റൂല. ചില ആൾക്കാരൊക്കെ പറയും, എത്ര ഷുഗർ ആണെങ്കിലും പറയും അയ്യോ ചോറില്ലാതെ എനിക്ക് പറ്റൂല. വൈ? മനുഷ്യൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ജീവികൾ എന്ന് പറഞ്ഞാൽ അഡാപ്റ്റ് ചെയ്യാത്ത ഒന്നും ഈ ഭൂമിയിൽ നിലനിൽക്കൂല. അപ്പം ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. എനിക്കും യാത്ര ചെയ്യേണ്ടതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ പാറ്റയെ കുറിച്ച് ഓർക്കുക. പാറ്റയെ എപ്പോ കണ്ടാലും നിങ്ങൾ പറയാ ഞാൻ ഒരു അഡാപ്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറും. കാര്യം പാറ്റയെ കാണാത്ത ദിവസങ്ങൾ വളരെ കുറവായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം പാറ്റയെ പോലെ 320 മില്യൺ ലക്ഷം, അതായത് 3200 ലക്ഷം വർഷങ്ങള് ഈ ഭൂമിയിൽ നിലനിന്ന പാറ്റയെ പോലെ ഞാനും നിലനിൽക്കണമെങ്കിൽ ഐ ഓൾസോ നീഡ് ടു ബി ആൻ അഡാപ്റ്റീവ് സിസ്റ്റം, അല്ലെങ്കിൽ എനിക്ക് ഒരു അഡാപ്റ്റബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്കിവിടെ നിലനിൽക്കാൻ പറ്റുള്ളൂ. കാരണം എന്റെ ചുറ്റും ചേഞ്ചസ് ഹാപ്പനിങ് ആണ്. നിങ്ങൾക്കറിയാലോ, വലിയൊരു ഫേമസ് കോട്ട് ഉണ്ട്, എന്താണ്, മാറാത്തത് മാറ്റം മാത്രമാണ്. ഇത് ആർക്കെങ്കിലും ബഷീർ ആരെങ്കിലും ഓർക്കുണ്ടോ? എന്തിനാണ് ചേഞ്ച് ചെയ്യാത്തത് ചേഞ്ച് മാത്രമാണെന്ന് പറയുന്ന ഒരു കോട്ട് ഉണ്ടല്ലോ, ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണ്. കാര്യം നമ്മുടെ ചുറ്റും അനുനിമിഷം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സാഹചര്യങ്ങൾ, സിറ്റുവേഷൻസ്, ടെക്നോളജി, ആളുകള്, വ്യക്തികൾ എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഞാൻ മാത്രം മാറില്ല, ഞാൻ മാത്രം ഇങ്ങനെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞ് ബലം പിടിച്ചിരുന്ന നിങ്ങൾ അവിടെ ഇരിക്കത്തേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും ഈ ഒരു പാരന്റിങ്ങിലൊക്കെ വലിയ പ്രശ്നമാണ്. ജെൻസി കിഡ്സിന്റെ പല ടേംസും കണ്ടീഷൻസ് അല്ലെങ്കിൽ അവരെങ്ങനെ ചിന്തിക്കണേ എന്നുള്ളത് പാരന്റ്സ് ചിന്തിക്കുന്നില്ല. പാരന്റ്സ് എന്താ പറയുന്നത്? അവര് എന്നെ പോലെയാവും. എങ്ങനെ സാധിക്കും? കാരണം 30 വർഷം മുമ്പ് ജനിച്ച ഒരാളെ പോലെ 30 വർഷങ്ങൾക്ക് ശേഷം ജനിക്കുന്ന ഒരാൾ ആവണം, അല്ലെങ്കിൽ എന്റെ പോലെ തന്നെ ആയിരിക്കണം, എന്റെ പോളിസീസ് തന്നെ ഫോളോ ചെയ്യണം എന്ന് പറയുന്നത് എത്രത്തോളം മണ്ടത്തരമാണ്, മൂഴത്തരമാണ്. വി ക്യാൻ ഗീവ് ദ വാല്യൂസ് ബട്ട് ഡോണ്ട് ആസ്ക് ദം ടു ബി ലൈക്ക് യു. അതുകൊണ്ടാണ് ഖലീൽ ജിബ്രാന്റെ ഫേമസ് ആയിട്ടുള്ള കോട്ട് എന്റെ ലൈഫിനെ ഏറ്റവും സ്വാധീനിച്ചതാണ്. ഞാൻ പല ക്ലാസ്സിലും നിങ്ങളോട് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. അദ്ദേഹം മക്കളെ പറ്റി പറയാൻ പറഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളുടെ മക്കൾ നിങ്ങളുടേതല്ല, അവർ നിങ്ങളിലൂടെ വന്നു എന്നേ ഉള്ളൂ. ഒരിക്കലും നിങ്ങളുടെ മക്കളെ നിങ്ങളെ പോലെ ആക്കാൻ ശ്രമിക്കരുത്.
വേണമെങ്കിൽ നിങ്ങൾ അവരെ പോലെ ആയിക്കൊള്ളൂ. കാരണം അവര് പുതിയ കാലഘട്ടത്തിന്റെ പുതിയ ചിന്തയുടെ മക്കളാണ്. അവരെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ദേ ക്യാൻ ഗീവ് ദം മിറാക്കിൾസ് ആൻഡ് ഡോണ്ട് ലിമിറ്റ് ദംസെൽഫ് ആസ് യു. ഓ, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്, ഞാൻ കഞ്ഞി കുടിച്ചേർന്നതാണ്, ഞാൻ പായെ കിടന്നാർന്നതാണ്, നീയും അതുപോലെ ചെയ്യണം, നീയും ദാരിദ്ര്യം അനുഭവിക്കണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അവർക്കും അവസരങ്ങൾ ഉണ്ടാവട്ടെ. അപ്പൊ എല്ലാവർക്കും അഡാപ്റ്റീവ് ആവാൻ, ക്രോക്രോച്ചിനെ പോലെ ആവാനുള്ള എല്ലാവിധ കഴിവുകളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക്സ് എ ലോട്ട് ടു യു, ശ്രീഷ്മ. താങ്ക് യു ഓസ്റ്റിൻ സർ. താങ്ക് യു ഫോർ ദി വാല്യുബിൾ സെഷൻ. ഫസ്റ്റ് നമ്മൾ ടോപ്പിക്കിന്റെ പേര് കേട്ടപ്പോൾ ഫസ്റ്റ് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്താണ് കോക്രോച്ച്, പാറ്റേനെ പറ്റി എന്താണ് നമുക്ക് അധികം സംസാരിക്കാൻ ഉണ്ടാവുക എന്നുള്ളത്. പക്ഷെ സാറ് ആ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കംപ്ലീറ്റ് ഒരു ഹ്യൂമൻ ബീയിങ്ങിന് ആവശ്യമായിട്ടുള്ള കാര്യം ഇന്നത്തെ നല്ല എല്ലാ കാലഘട്ടത്തിലും അഡാപ്റ്റബിലിറ്റി, കംഫർട്ടബിൾ സോണിൽ നിന്ന് പുറത്തു വരിക, അതിലൂടെ നമുക്ക് എങ്ങനെ സക്സസ് ആവാം, കംഫർട്ടബിൾ സോണിൽ മാത്രം ഇരിക്കുന്ന ഒരാൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക, എല്ലാത്തിനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയി പറഞ്ഞു തന്നു സർ. താങ്ക് യു സോ മച്ച്. ഫീഡ്ബാക്ക് പറയാനായി മറ്റംഗങ്ങളെ ക്ഷണിക്കുന്നു. ഗുഡ് മോർണിംഗ് സാർ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇപ്പൊ എനിക്ക് പാറ്റയുടെ ഒരു ആരാധന തോന്നുന്നു. കാരണം പാറ്റ വരുമ്പോ എങ്ങനെ അതിനെ ഓട്ടിക്കാനാണ് ഞാൻ ഇതുവരെ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ ഒരിഷ്ടം തോന്നുന്നുണ്ട്. നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ. മാറ്റം അത് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഓരോ ക്ലാസ് കഴിയുമ്പോഴും മാറണം എന്നുള്ള ആഗ്രഹത്തോടെ ജീവിക്കുക. സന്തോഷം സാർ. താങ്ക് യു സോ മച്ച്. മാജിക് മോർണിംഗ് സാർ. മാജിക് മോർണിംഗ്. പാറ്റയ്ക്ക് ഒരു സല്യൂട്ട്. നന്നായിരുന്നു സാർ. നല്ല നമ്മൾ സാഹചര്യത്തിനനുസരിച്ച് ചുറ്റുപാടുകൾ ചേഞ്ച് ആകുന്ന സമയത്ത് നമ്മളും അതിനോട് അഡാപ്റ്റ് ചെയ്തിട്ട് പോയാൽ നമ്മൾ ശരിക്കും വിജയത്തിലേക്ക് എത്തുന്നുള്ളതാണ്. അല്ലാതെ ഞാൻ മാറില്ല, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ഇന്ന ഫുഡ് കഴിക്കുള്ളൂ, ഞാൻ ഇന്ന സ്ഥലത്തേ ഇരിക്കുള്ളൂ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ഭവിഷ്യത്തുകളുണ്ട്. അപ്പോൾ ഒന്ന് ചേഞ്ച് ചെയ്ത് നമ്മൾ അഡാപ്റ്റബിൾ ആയിക്കഴിഞ്ഞാൽ ഏത് സാഹചര്യത്തിനോടും കൂടി ചേർന്ന് പോകാനും ഏത് ജോലിയും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതിലേക്ക് എത്തും. സാറ് സ്വന്തം ജീവിതത്തിലെ കാര്യങ്ങൾ പറഞ്ഞ പോലെ ഏത് ജോലിയായാലും ശരി അതിനനുസരിച്ച് നമ്മൾ ഇഴുകിച്ചേർന്ന് പോയാൽ നമുക്ക് അതിൽ സക്സസ് കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് നല്ലൊരു മെസ്സേജാണ് ഇന്ന് കിട്ടിയത്. അന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ ആനേനെ പോലെ തന്നെ ഇന്നും നല്ല ഒരു സബ്ജക്റ്റ് ആണ് കിട്ടിയത്. അത് നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ പാറ്റയെ പോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ വിജയത്തിലേക്ക് എത്താൻ പറ്റുന്നതാണ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. മാജിക് മോർണിംഗ് സർ. മാജിക് മോർണിംഗ്. വളരെ അഡാപ്റ്റബിലിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത് നമ്മുടെ മലയാളീസ് ടു സം എക്സ്റ്റെൻറ്റ് നമ്മൾ കേരളത്തിൽ നിന്ന് നമ്മുടെ കംഫർട്ട് സോണിന് വിട്ടിട്ടാണ് ഈ ഗൾഫിലും ഏത് സ്ഥലത്തും ഇന്ത്യ വേൾഡിൽ ഏത് സ്ഥലത്തായാലും മലയാളീസ് ഉണ്ട്, അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് നമുക്ക് ജോലി ചെയ്യാൻ വിഷമം, ജോലി ചെയ്യാൻ പറ്റില്ല, ആ ജോലി എനിക്ക് എൻ്റെ സ്റ്റാറ്റസിന് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ മാത്രം. പക്ഷേ വൺസ് വി ആർ ഔട്ട്, വി ആർ അഡാപ്റ്റിംഗ് ദ സിറ്റുവേഷൻ, അവർ ആ കൾച്ചറായിട്ട് നമ്മൾ അഡാപ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. വേറൊരു എക്സാമ്പിളാണ് ഇപ്പോൾ നമ്മുടെ ഈ സോ കോൾഡ് ബംഗാളീസ് എന്ന് പറയുമ്പോൾ ഈ വരുന്ന നോർത്ത് ഇന്ത്യൻസിനൊക്കെ നമ്മൾ ബംഗാളീസ് എന്നാണ് പറയുന്നത്. അത് മെയിൻലി അവരൊക്കെ ഈ ഒറീസയിലും നോർത്ത് ഇന്ത്യയിലൊക്കെ അഗ്രികൾച്ചർ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അവിടെ നിന്നാണ് അവർ വന്ന് ഇൻഡസ്ട്രിയൽ സ്ഥലത്തൊക്കെ വന്നിട്ട് അവർ ഏത് ജോലി അവർ ചെയ്യുന്നുണ്ടല്ലോ, വാട്ട് എവർ ജോബ്, അവർക്ക് അതിന് ഒരു ഇതുമില്ല, ഇന്ന ജോലി ഞാൻ ചെയ്യുള്ളൂ. അവർ കാർപ്പൻറ്ററി പഠിക്കാത്ത ആൾക്കാരേക്ക് വന്ന് വലിയ കാർപ്പൻറ്റർ ആവണോ, വലിയ മേസൺ ആവണോ, വലിയ കുക്ക് ആവണോ, അങ്ങനെ എല്ലാ സ്ഥലത്തും അവർ എത്തുന്നുണ്ട്. അപ്പോൾ അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു സർവൈവൽ ആണ് മെയിൻ തിങ്. നമ്മൾ സർവൈവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുമ്പോഴാണ് നമ്മൾ അഡാപ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നത്. ആ കംഫർട്ട് സോൺ സാറ് പറഞ്ഞത് ശരിയാണ്. കംഫർട്ട് സോണിൽ നിന്ന് മാറുമ്പോൾ സോ വി ഹാവ് ടു അഡാപ്റ്റ്, അതർവൈസ് നമ്മളത് സർവ് ചെയ്യും, നമുക്കത് സർവൈവ് ചെയ്യാൻ പറ്റില്ല. എനിവേ സാർ, നല്ലൊരു ഉൾക്കാഴ്ച തന്നതിന് താങ്ക് യു വെരി മച്ച്. ഗുഡ്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ഹലോ, താങ്ക് യു വേറെ സർ. ആരെങ്കിലും? നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഒരു കോക്രോച്ച് എന്ന് പറഞ്ഞൊരു അതാണ് നമുക്ക് ഈ ലോകത്ത് നമുക്ക് ഓരോ ജീവികളിൽ നിന്നും പല കാര്യങ്ങളും പഠിക്കാനുണ്ടെന്നുള്ളതാണ് ഏറ്റവും നമ്മൾ തിരിച്ചറിയുന്ന ഒരു കാര്യം. കോക്രോച്ച് എന്ന് പറഞ്ഞാൽ ഏറ്റവും പേടിയുള്ള ഒരു സാധനമാണ് എനിക്ക്. നിന്ന് ഇത്രയധികം പഠിക്കാനുണ്ടെന്ന് അറിയുന്നത് സാറിന്റെ ക്ലാസ് കേട്ടപ്പോഴാണ്. ഒരുപാട് സന്തോഷം. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 15 ഡേയ്സിന് വേണ്ടി നാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഒരു ഹോട്ടലില് ഞാൻ ആക്ച്വലി പ്യൂർ വെജ്. അപ്പോ ഞാൻ വേറെ വീട്ടിലേക്ക് വേണ്ടിയിട്ട്
കുറച്ചൊരു നോൺ വെജ് ആയിട്ടുള്ള ഒരു ഹോട്ടലിലേക്ക് കയറിയപ്പോൾ അവിടെ ചെന്നപ്പോ അവിടെ കുക്ക് നമ്മളുടെ നാട്ടിലെ എന്താണ് ഇപ്പോ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കാര്യമാണ് മന്തി. അത് മേടിക്കാൻ വേണ്ടി കയറിയപ്പോ അവിടുത്തെ ആള് ബംഗാളിയാണ് ഉണ്ടാക്കുന്ന ആള്. ഞാൻ തന്നെ സത്യം പറഞ്ഞാൽ അതിശയിച്ചു പോയി. നമ്മളുടെ നാട്ടിലെ എല്ലാ എന്താ പറയാ കേരളത്തിലെ ഫുഡുകളെല്ലാം ഇത്ര നന്നായിട്ട് ഉണ്ടാക്കുന്ന ഒരാളാണ് അവിടുത്തെ ബംഗാളി എന്ന് കണ്ടപ്പോ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വീട്ടിൽ വന്നിട്ട് അവര് നല്ല ഫുഡാണെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇത് ഉണ്ടാക്കിയത് നമ്മളൊന്നല്ല ബംഗാളികളാണ്. അപ്പൊ അതാണ് ഒരു കാര്യത്തിനെ നമ്മള് മനസ്സുകൊണ്ട് ഇൻട്രസ്റ്റ് ചെയ്ത് അത് ഉണ്ടാക്കണം അതല്ലെങ്കിൽ അത് ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാല് നമ്മളെ ഏതറ്റം വരെയും പോവാം എന്നാണ് നമുക്ക് ഈ ക്ലാസ്സിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് സർ. ഓരോ ജീവികളിൽ നിന്നും നമുക്ക് പഠിക്കാനുണ്ടെന്നുള്ളതാണ്. നമുക്ക് പറയുന്ന ഉറുമ്പിൽ നിന്ന് പോലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. എന്താ പറയാ അവരുടെ ഒരു യൂണിറ്റി, അവർക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാവരെയും വിളിച്ച് എന്താ പറയാ കൂട്ടത്തോടെയാണ് അവര് ഭക്ഷണം കഴിക്കുന്നത്. എന്തെങ്കിലും ഭക്ഷണം കിട്ടിയാൽ പോലും അവരെ കേട്ടിട്ടുണ്ട്. നല്ലൊരു ക്ലാസ്, ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ദിവ്യ, താങ്ക് യു സോ മച്ച്. ഇനി ആരോ ഇല്ലെങ്കിൽ നമുക്ക് നിർത്തിയാലോ? എനിക്കും കൂടി ഒന്ന് ലീവ് ചെയ്യണം. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം, നന്ദി. കാര്യം ഞാൻ നേരത്തെ എല്ലാവരും നിങ്ങളൊക്കെ സൂചിപ്പിച്ച പോലെ നമുക്ക് ഓരോ മൃഗങ്ങളിൽ നിന്നും ഓരോ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമ്മളെക്കാളും നമ്മുടെ അത്ര ഇന്റലിജൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ പോലും ദേ ആർ ഗിവിങ് എ ലോട്ട് ഓഫ് തിങ്സ്. ഉറുമ്പുകളെ കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ പാറ്റയെ കുറിച്ച് ആരും സംസാരിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇച്ചച്ച് നമുക്ക് പാറ്റയിൽ നിന്നും കൂടി പഠിക്കാം. താങ്ക് യു. പാട്ട് എപ്പോഴും സെർച്ച് ചെയ്യണം സാർ, എപ്പോഴും തെരഞ്ഞുകൊണ്ടേ ഇരിക്കുക ചെയ്യാ. സെർച്ച് ചെയ്തിട്ടാണ് അവരുടെ ആന്റിന വെച്ചിട്ട് രണ്ട് എപ്പോഴും അവസരങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന പോലെ എപ്പോഴും കാര്യങ്ങൾ സെർച്ച് ചെയ്തോട്ടെ. That's also true, yeah. Srishma, end ചെയ്തോ? Yeah. Thank you, sir. Thank you so much for your valuable time. Thank you, members. We can wind up the session. Thank you. Thank you, sir. Thank you very much. Thank you, everybody. Thank you, Austin sir. Thank you all.